തെന്മല ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി സെൻസിറ്റീവ് ഏരിയയായി കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ പ്രദർശനം നടന്നു. ESA കരട് വിജ്ഞാപനത്തിലെ ഏരിയയിൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഗ്രാഫിക് മാപ്പ് സ്ക്രീനിങ്ങിലൂടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇത് സംബന്ധിച്ചുണ്ടാകുന്ന പരാതികൾ സർക്കാരിനെ അറിയിക്കാനും ഉദ്ദേശിച്ചാണ് തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും കൂടെ ചേർന്ന് ESA പ്രദേശങ്ങൾ മാർക്ക് ചെയ്തൊരു കരട് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ജനവാസ മേഖലയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും അതല്ല നിലവിൽ പ്രസിദ്ധീകരിക്കുന്ന മാപ്പ് കറക്റ്റാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് മെമ്പർമാർ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും ഇന്ന് വിളിച്ചിരുന്നതാണ്. അത് 1-2 പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ എല്ലാ വാർഡുകളിലും ഇത് പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും ഭാഗത്ത് ജനവാസ മേഖല ഇതിനകത്ത് ESA പ്രദേശമായി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കമ്മിറ്റി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വിളിച്ചു ചേർത്തത്. സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നത് തെന്മല ചെന്തുരുണി വന്യമൃഗ സങ്കേതവുമായി ബന്ധപ്പെട്ട അവിടുന്ന് 500 മീറ്റർ ദൂരത്തുള്ള പ്രദേശങ്ങൾ മാത്രമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നതാണ് ഗവൺമെൻറ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ആ പത്രങ്ങളിലെല്ലാം വന്നതും നമ്മൾ അത് സംബന്ധിച്ച് കമ്മിറ്റി കൂടുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് ചർച്ച ചെയ്തപ്പോൾ ആ MLA സാന്നിധ്യത്തിൽ നടന്ന മീറ്റിങ്ങിൽ അതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി എടമൺ മേഖലയിലും തെന്മല മേഖലയിലുമായിട്ടുള്ള അതായത് ഇത് കാണിച്ചിട്ടുള്ളത് പുനലൂർ താലൂക്കിൽ പെട്ട എടമൺ പ്രദേശത്ത് മൊത്തം വില്ലേജ് ഏരിയ എന്ന് പറയുന്നത് 60.85 സ്ക്വയർ കിലോമീറ്ററാണ്. അതിൽ 42.22 സ്ക്വയർ കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ജനവാസ മേഖലയാണ് ആക്കിയിരിക്കുന്നത്. അതായത് ഫോറസ്റ്റ് ഉള്ള മുഴുവൻ സ്ഥലങ്ങളും പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിക്കുകയല്ല, അതിനുവേണ്ടിയുള്ള കരട് നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. തെന്മലയിൽ ഇത് മൊത്തം ടോട്ടൽ 70.99 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വില്ലേജിൻ്റെ പരിധി. അതിൽ 46.19 സ്ക്വയർ കിലോമീറ്റർ ESA പ്രദേശമായി നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനുവേണ്ടി ഇത് പരിശോധിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് ഉത്തരവ് വളരെ ഗൗരവപൂർവ്വമായിട്ട് അതിനെ കാണുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാത്രം ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് കേരളത്തിലെ എല്ലാം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ പഞ്ചായത്തുകളിലും ഇത് സംബന്ധിച്ച് ഉത്തരവ് ലഭ്യമായിട്ടുള്ളത്. തെന്മല പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഇടമൺ വില്ലേജിൽ ആകെ 60.85 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ 42.22 സ്ക്വയർ കിലോമീറ്ററും തെന്മല വില്ലേജിൽ 70.99 സ്ക്വയർ കിലോമീറ്ററിൽ 46.19 സ്ക്വയർ കിലോമീറ്ററുമാണ് ESA പരിധിയിൽ വരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വനംവകുപ്പ് സർവേയർ അമീർ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N കോമളകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജൻ, സിബിൽ ബാബു, തെന്മൽ രാജൻ, ഷീബ, ചെല്ലപ്പൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ, പഞ്ചായത്ത് സെക്രട്ടറി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.